ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഇലയും വെച്ചുള്ള ഒരു അടിപൊളി ഷാമ്പു ആണ്. പാർട്ട് 4 ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു 10 ചെമ്പരത്തിപ്പൂവും പിന്നെ നമുക്കൊരു 10-20 ചെമ്പരത്തി ഇലയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മുടെ ചെമ്പരത്തി പൂവും ഇലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ശേഷം നമുക്കത് നല്ലതുപോലെ ആ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കാം. നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഞാൻ അതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ തിളച്ച് ഇതിലെ സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. മുടിയെ ശുദ്ധീകരിപ്പിക്കാനും അതുപോലെ പരിപോഷിപ്പിക്കാനുമായി ഏറ്റവും മികച്ച മറ്റൊരു മാർഗ്ഗം ചെമ്പരത്തിപ്പൂവും ഇലയും വെച്ചുള്ള ഈ ഒരു ഹെയർ ഷാമ്പു ആണ്. ചെമ്പരത്തിപ്പൂവും ഇലയും വെച്ചുള്ള നമ്മുടെ ഈ ഹെയർ ഷാമ്പു തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും ശുദ്ധീകരിക്കാനും വളരെയേറെ സഹായകമാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ഹെയർ ഷാമ്പു ആണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഹെയർ ഷാമ്പു ആണ്. ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം എൻ്റെ കൈ വെച്ച് നന്നായി ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. അതിലെ സത്തുക്കളെല്ലാം നല്ലതുപോലെ ഞെരടിയെടുത്ത് ഈ ഒരു രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കടലമാവ് നമ്മുടെ തലയിലെ അഴുക്കിനെ കളയാനും മുടി വളരാനും നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കടലമാവ്. അതാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഷാമ്പുവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു അരിപ്പയിലേക്കിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ തലയിലെ കെട്ടെല്ലാം വറുത്തതിന് ശേഷം ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഒരു ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ ചെമ്പരത്തിപ്പൂവും ഇലയും വെച്ച് നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹെയർ ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ മോളെ മുടിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ എണ്ണ നമ്മുടെ കയ്യിലെടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് തിരുമ്മിക്കൊടുത്ത് നമ്മുടെ തലയിൽ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട്. നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ഞാൻ എൻ്റെ മോളുടെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. നന്നായി നമ്മുടെ മുടിയിലും തലയിലുമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ ഷാമ്പു ഉപയോഗിച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. ആദ്യം നമ്മൾ ഹെയർ ഓയിൽ വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് ആ ഹെയർ ഓയിൽ നമ്മുടെ തലയിൽ വെക്കാം. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഹെയർ ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഇലയും. നല്ലൊരു ഔഷധ സസ്യമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഇലയും. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എടുത്തു കാണിച്ച് തരുന്നത്.
ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എണ്ണ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞാണ് മോളുടെ തലയിൽ ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വളരെ നല്ലതാണ് നമ്മുടെ മുടി വളരാനായിട്ട്. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും താരനെ അകറ്റാനും മുടി നന്നായി വളർത്തിയെടുക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അടുത്തൊരു വീഡിയോസുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.